Welcome to Vijay Madi Vlogs. Yes, it's me, Brandon. കരിപ്പിടിച്ചിരിക്കുകയാണ് ഞാൻ. കാരണം എന്താ അറിയോ, ഇത് അത്രയ്ക്കും എനിക്ക് എൻ്റെ ലൈഫിനെ മടുത്തു. ഞാൻ തൂങ്ങിച്ചാവാൻ പോകണം മക്കളെ, തൂങ്ങിച്ചാവാൻ പോകാം, വേണ്ട ഫാൻ താങ്ങൂല, കയറ് താങ്ങൂല. അപ്പോൾ ഞാൻ വിഷം കുടിച്ച് ചാവുന്നു. എന്താണെന്ന് അറിഞ്ഞില്ല, എങ്ങനെയാണ് ഈ ചാവാൻ പോകുന്നത്? കാരണം ഇത് നടക്കൂല. ഇതൊരു അത്രയും കരിപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊരു പണ്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതിൻ്റെ പേരിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടു. 4ാമത്തെ 5ാമത്തെ ചാനലാണ്. ഒരാൾ സപ്പോർട്ട് ചെയ്യണില്ല, ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യണില്ല. ഇങ്ങനെ ചെയ്ത് ഞാൻ എന്ത് ചെയ്യും? ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഗൈസ്. Vijay Madi Vlogs. Yeah, welcome to Vijay Madi Vlogs. Yes guys, എന്താണ് ഈ മൈക്ക് നിങ്ങൾ മാസ്ക് നിങ്ങൾ നോക്കും, ഒരു സസ്പെൻസ് ഒളിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു സസ്പെൻസ് കാരണം എൻ്റെ താടി മൊത്തം ഞാൻ വെട്ടി വൃത്തിയാക്കിയായിരുന്നു. ഷാച്ചേർ കാണിക്കാൻ എനിക്ക് ഭയങ്കര മടിയുണ്ട്. പക്ഷെ അതിനെക്കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ സക്സസ് ആക്കിയിരിക്കുകയാണ്. കണ്ടോളൂ, ഇങ്ങനെയുള്ളൊരു താടി വെക്കണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതങ്ങോട്ട് ചെയ്ത് തീർത്ത്. പക്ഷേ ഭയങ്കരമായിട്ട് ആക്ഷേപം കളിയാക്കി ചവിച്ചിട്ട് കേട്ടോ ഈ കളി എവിടെ. അപ്പം മാസ്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇന്ന് വന്ന കാര്യം വളരെ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ന്യൂസ്. നമ്മളെ ചാനലിൻ്റെ വളർച്ച കണ്ടിട്ട് ഞാൻ തന്നെ ഷോക്കായി നെട്ടി. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല നിങ്ങളെ സപ്പോർട്ട് എത്രത്തോളം കിട്ടുമെന്നുള്ളത്. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. കാരണം ഒരു വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയത്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. വെരി ഹാപ്പി എന്ന് പറയാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ 50 സബ്സ്ക്രൈബർ, വെറും 50 സബ്സ്ക്രൈബർ. അതിൽ 30 ആൾക്കാരെ ഞാൻ ഹിന്ദിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അവർ ഫോം അടിച്ചിട്ട്. പിന്നെ ബാക്കിയുള്ളത് ഈ ഷെയർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 2-3 കിട്ടി. പിന്നെ ഞാൻ പിച്ചെടുത്ത് ഞാൻ തന്നെ എൻ്റെ സർക്കിളിലുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു സപ്പോർട്ടും ഇല്ല, ഒരു ഫാമിലി സപ്പോർട്ടും ഇല്ല, ഒരു മാങ്ങാത്തൊലിയും ഇല്ല. ആകെ മനുഷ്യർ ഡെസ്പടിച്ചിരിക്കുകയാണ്. കാരണം ജീവിതേ വൻ തോൽവി പരാജയത്തിലിരിക്കുക. ടോട്ടലി ഞാനിപ്പോൾ ഒരു മരം പറിച്ച് നട്ട പോലെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടുന്ന് വീണ്ടും നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതിനും നിങ്ങൾ സമ്മതിക്കില്ല. സോറി, അതിനും എൻ്റെ വിധി. പടച്ചോനെ, ഞാനൊക്കെ മരിച്ചാൽ മതിയായിരുന്നു, എനിക്കിതിനേക്കാളും നല്ലത്. അത്രയ്ക്കും ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം വെരി ഡേഞ്ചർ സോണാണ്. ലൈഫാണെങ്കിൽ ആകെ മൊത്തം മൂഞ്ചി പൊട്ടെല്ലാം മൂഞ്ചി കിടക്കണം. അതിൻ്റെ ഇടയിൽ ഒന്നും നടക്കണില്ല. ഒന്നും നടക്കില്ല. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യമായാലും ശരി, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ അതവിടെ പാളും. എന്ത് ചെയ്താലും പാളും. ഇതുവരെ പാളാണ്ടിറങ്ങും. അതിലും പാളിയിട്ടുണ്ട്. തിന്നാൻ നേരം വെക്കും, തൂറാൻ നേരം വെക്കും, കുളിക്കാൻ നേരം വെക്കും. ഇതെങ്കിലും നടക്കണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. 5 പൈസ കയ്യിലില്ല. ഓരോരുത്തർ കയ്യും കാലം പിടിച്ച് എൻ്റെ പൊന്നു മക്കളെ ഒരു മാങ്ങാത്തൊരിയും നടക്കണില്ല. അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബർ ആകണമെന്നുള്ളത്. അവൻ മൂഞ്ചിപ്പോയി. കാരണം നിങ്ങളെ ഞാൻ കുറ്റം പറയും ഗൈസ്. നിങ്ങളാണ് എല്ലാത്തിനും കാരണം. നിങ്ങളൊരാളും സബ്സ്ക്രൈബും ഇല്ല, സപ്പോർട്ടും ഇല്ല, ഒരു മാങ്ങാത്തൊലിയും ഇല്ല. ഇറ്റ്സ് എ വെരി ഡെസപ്പാണ്. ഡിസപ്പോയിൻമെൻറ്റിൽ ഇരിക്കുകയാണ് ഞാൻ. കാരണം ഒരാൾ നന്നാവുന്നത് ഒരാൾക്കും ഇഷ്ടമല്ല. പിന്നെ ഞാൻ നന്നാവുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നോ. കാരണം ഒരാൾ നന്നായാൽ ഒരാൾക്ക് ഇഷ്ടപ്പെടുക. അത് കുടുംബക്കാരായാലും കൂട്ടുകാരായാലും ഏത് നായിക്കളായാലും എന്ന് ഉദ്ദേശമാണ്. അപ്പം എന്തായാലും ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഞാനിതോടെ വെച്ച് നിർത്തി പോകാന്നുള്ളൊരു തീരുമാനം എടുക്കുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട. കാരണം മാൻ, ജസ്റ്റ് ലിവ് ഇറ്റ്, നെവർ എവർ ഗിവ് അപ്പ് എന്ന് പറയാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം, ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം 50 സബ്സ്ക്രൈബ് ഉള്ളൂ. അതിനുള്ളൊരു ഒരാളില്ല. കണ്ടം ഒരു ഭാഗത്ത് കലിപ്പും ഒരു ഭാഗത്ത് ഭയങ്കര വിഷമത്തിലാണ്. കാരണം ഇപ്പോൾ അടുത്ത് ഞാൻ കൈ വെച്ചാൽ ഇപ്പോഴത്തൊന്നുമല്ല, പണ്ടാറടക്കം ഞാൻ വിചാരിച്ചതും പ്ലാൻ ചെയ്തതും ഞാൻ ഇറങ്ങി തിരിച്ചതും എല്ലാം മൂഞ്ചി പോയിട്ടേ ഉള്ളൂ. ഒന്നിനും വിജയം കണ്ടിട്ടില്ല. തോൽവിയുടെ കൊട്ടുമുട്ടിയാണ്. ഇപ്പം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ അമ്മ ശരി പൊക്കോ, അടുത്തത് ആ ഒരു അവസ്ഥയായി. കാരണം അടിച്ചടിച്ച് തയമ്പട്ടി എന്നൊക്കെ പറയും. ഡ്രൈവർമാർ കൈയൊക്കെ തയമ്പട്ടിട്ടുണ്ടല്ലോ. അതേപോലെ മൊത്തമായിട്ട് ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എല്ലാം മൂഞ്ചി ഇങ്ങോട്ട് എന്താ പറയുക, ഒരു പ്രശ്നം വന്നോ, വാട്ട് ഈസ് ദിസ് മാൻ സില്ലി, അടുത്തത് അതിനേക്കാൾ വലുത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എൻ്റെ ഒരു ലൈഫ് മാറിയിരിക്കുകയാണ്. കാരണം ഒരു സാധനവും സക്സസ് കണ്ടിട്ടില്ല, ഒരു കാര്യവും നടക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു പണിക്ക് പോയാലും ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അതിന് മുകളിൽ നിൽക്കാൻ പറ്റുന്നില്ല. നിൽക്കാൻ പറ്റാത്ത മീൻസ് അവിടെ നിർത്തുന്നില്ലേ നമ്മൾ. അത് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിസം, ഈ മറ്റേ ഈഗോ ഇല്ലേ, കൊളീഗ്സിൻ്റെ കൂടെയുള്ള ഒരു ഈഗോ. എനിക്കത് പറ്റില്ല. എനിക്ക് ഒരാളെ കൈയും കാലം പിടിച്ച് താങ്ങിക്കാൻ പറ്റത്തില്ല. നേരെ പോ എന്തേ. അല്ലാണ്ട് ഞാൻ അണ്ടിയും താങ്ങി നടന്നാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിൽക്കണം, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. പക്ഷേ ഒരാൾ വലിയവൻ, ഒരാൾ താഴ്ന്ന ആൾ, അവരുടെ ഒരു റെസ്പെക്റ്റ് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പോസ്റ്റിങ് റെസ്പെക്റ്റ് കൊടുക്കാം. അയാളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ച് എന്നെ കൂടെ പറ്റില്ല. റെസ്പെക്റ്റ് കൊടുക്കാം എല്ലാവർക്കും. പക്ഷേ അയാളങ്ങനെ താങ്ങി അടക്കുക, ഒരു സോപ്പിട്ട് അടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അടക്കില്ല. അത് പോട്ടെ.
എന്തായാലും ഇപ്പോൾ പണിയില്ല, ഒരു മാങ്ങത്തൊഴിലാണ്, വീട്ടിലിരിക്കുകയാണ്, വീട്ടിലെ പ്രശ്നങ്ങൾ വേറെ, ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വേറെ, എന്തെങ്കിലും ചെയ്തൊന്ന് മുന്നേറാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചാൽ അതും നടക്കണില്ല. എവിടെ കാലിച്ചാലും മണ്ടറങ്ങാൻ ഫ്ലോപ്പാണ്, യൂട്യൂബ് ചാനലും മൂഞ്ചിപ്പോയി. അതിനേക്കാൾ വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഗുഡ് ന്യൂസ് അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മൈക്ക് മേടിച്ചാൽ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ മണ്ടറങ്ങാൻ വെറും 30-40 ആൾക്കാർ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്കൊന്ന് ഉറപ്പില്ലെന്ന് ഞാൻ ചോദിക്കും, പക്ഷേ അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. പാവപ്പെട്ട ഇന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തൊന്ന് ഒരു യൂട്യൂബർ ആക്കാൻ നിങ്ങൾക്ക് അത് എത്ര വലിയ പടി, ഉളുപ്പ് മറിഞ്ഞാണ് നിങ്ങൾ മുന്നിൽ ഇങ്ങനെ കാറ് കിടക്കണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു മൈക്ക് സാർ സ്പോൺസർ ചെയ്തായിരുന്നു, നമ്മുടെ കബീർ സാർ. ആ മൈക്കും മൂഞ്ചിപ്പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ മൈക്കിൻ്റെ ഒരു വയറുണ്ട്, അത് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. അത് എവിടെ പോയി എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ കുറേ തപ്പി അതിൽ ഒരു വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ അതും മൈക്ക് ക്ലിയർ ആയിട്ടില്ല. അത് കാരണം മൂഞ്ചിപ്പോയി. ഒരു വീഡിയോ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഈ സൈഡിൽ നമ്മൾ ഹെഡ്ഫോൺ പിന്നെ വളർത്തിരുന്നു, പിന്നെ ഈ ഭാഗത്ത് സീയും കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വയർ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഞാൻ കുറേ കടയിലേക്ക് കയറി അന്വേഷിച്ച് സാധനങ്ങളൊക്കെ നോക്കി, പക്ഷെ ഒന്നും സൂട്ടാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറഞ്ഞിട്ട്, കാരണം 4500-5000 രൂപയുടെ അടുത്ത് വരുന്ന സാധനം എനിക്ക് തന്നതായിരുന്നു. എൻ്റെ കഷ്ടപ്പാടും എൻ്റെ ദാരിദ്ര്യവും കണ്ടിട്ട് ഇപ്പോൾ അത് ഞാൻ കൊണ്ട് നശിപ്പിച്ചു. കണ്ടതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്താലും ഏത് ചെയ്താലും പോവുകയാണ് ഗൈസ്. ഭയങ്കര ഒരു നഷ്ടത്തിലേക്കാണ് ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഏതാണെന്ന് ഒരു ഐഡിയ ഇല്ല. കണ്ടെങ്കിൽ കലിപ്പ് വരുന്നുണ്ട് ഗൈസ്, കലിപ്പ്. ഹാപ്പി വേറെ ലെവലിൽ ഹാപ്പി. എൻ്റെ പൊന്നു മക്കളെ, ഐ ആം എ വെരി ഹാപ്പി പേഴ്സൺ ഹിയർ. ബിക്കോസ് ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇത്രയും നല്ല സന്തോഷത്തിരിക്കുന്ന കാരണം എന്താ വെച്ചാൽ ഞാൻ കാല് വയ്ക്കുന്നത്, ഞാൻ ചെയ്യുന്നത് എല്ലാം വേറെ ലെവലിൽ ഹാപ്പി ആയിട്ടൊക്കെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പച്ചത്തെറികളൊക്കെയാണ് വരുന്നത്. പക്ഷേ എന്തായാലും ഇത് കുറേ ആൾക്കാർ കാണില്ല. ആകെ 1-2 ആൾക്കാർ കാണുള്ളൂ. കയറിപ്പോയി 30 ആൾക്കാർ. ആ 30 ആൾക്കാരിൽ 10-15 ആൾക്കാർക്ക് ഈ പറയുന്ന മലയാളം സംസാരിക്കാൻ മലയാളം മനസ്സിലാവില്ല, കാരണം ഹിന്ദിക്കാരാണ്. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും, അത് 1-2 പേർക്ക്. അതല്ലാണ്ട് വേറെ ഒരു കൺട്രോൾ യുവർ സെൽഫ്. അപ്പം ജീവിതം മൂഞ്ചി കിടക്കണം മക്കളെ. ഞങ്ങളോട് പിന്നെയും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഇത് പോട്ടെ, എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്തൊന്ന് എല്ലാവരും കാണുന്ന മാതിരി ആക്കി തരും. കാരണം എനിക്ക് ചടച്ചെന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം നിങ്ങളാരും കാണുന്നില്ല. 50 സബ്സ്ക്രൈബറുള്ളൂ. ഞാൻ എത്ര ആൾക്കാർ എൻ്റെ മുന്നേ എൻ്റെ അടുത്തൊരു 10-30 ഗ്രൂപ്പുണ്ട്. ആ 10-30 ഗ്രൂപ്പ് കഴിച്ചിട്ടും ഒരു നായിൻ്റെ മക്കളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഒക്കെ എൻ്റെ മുഖം അറിയുന്ന ആൾക്കാർ തന്നെയാണ്, ഇന്ന അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഞാൻ ആരും പേരോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പാണോ ഒന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരുത്തരും സബ്സ്ക്രൈബ് ചെയ്യണില്ല, അതാണ് സത്യം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കാരണം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വ്ളോഗോ ഫുഡ് കഴിച്ചിട്ട് ഒരു വീഡിയോ ഇറങ്ങി പോലും നമുക്ക് ഫുഡ് കഴിക്കുന്ന ഹോട്ടലിൽ പൈസ കൊടുക്കാൻ പൈസ വേണം. എൻ്റെ അടുത്ത് ഇല്ല. നിങ്ങൾ കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വീട്ടുന്നോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ആരെങ്കിലും കടം മേടിച്ചിട്ടില്ല എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാണ്ടാറിറങ്ങാൻ ഇത് മൂഞ്ചിപ്പോയി, ഈ വയറ് കണ്ടാറിറങ്ങാൻ നമ്മളിന്ന് കാണാണ്ടായിക്കണം. ഇനിയിപ്പോൾ ഇതിന് ഞാൻ 4500 രൂപ ഇത് ഇനിയിപ്പം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല, വേസ്റ്റ്. ഇനിയിപ്പോൾ ഒരു വയറുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് സൂട്ടാവുന്ന ഒരു വയറാണ്. അത് ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ ക്യാമറ 5000 രൂപയ്ക്ക് സർവീസ് കൊടുക്കണം, ആ പൈസ കൊടുക്കുമ്പോൾ കഴിയില്ല. അപ്പോൾ എനിക്ക് ആകുമ്പോൾ ഞാൻ കലിപ്പിലാണ്, പിന്നെ മരിച്ചാലോ എന്നുള്ള അവസ്ഥയിലാണ്. കാരണം എല്ലാം ഫ്ലോപ്പാണ്. ആ ഒരു മാതിരി ചടച്ച് മൂഞ്ചി കുത്തിരിക്കുകയാണ് ഞാനിപ്പം. ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു എമോഷണൽ ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്, പക്ഷേ എനിക്കിത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം അത്രയ്ക്കും ഞാൻ സാഡായിരിക്കുകയാണ്. പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം എൻ്റെ അവസ്ഥ. കാരണം ഞാൻ അത്രയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക. പൈസയായിട്ടായിരുന്നു തരുമൊന്നും വേണ്ട. ഞാൻ പിച്ചക്കാരനായിട്ട് നിങ്ങളോട് ചോദിക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ്. പിന്നെ 4 പേർക്കൊന്ന് ഷെയർ ചെയ്യും. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് എന്ത് വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും പ്ലീസ്. പിന്നെ മറക്കരുത്, BJ Maddy Vlogs ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇതേ ടീഷർട്ടിലുള്ളൊരു DP ആണ്, ഒന്ന് ഫോളോ ചെയ്യുക പ്ലീസ്. ഇതെന്നെ എത്ര മിനിറ്റ് ഉണ്ട്? 8 മിനിറ്റ് ഓടിയിട്ടുണ്ട്. ഇത്ര നേരം ഞാൻ പറഞ്ഞത്. അപ്പം ഇനി പറയാനൊരു വീഡിയോ ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് വീഡിയോ ഇടുന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ മൈക്കും വലിയൊരു ഇതും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ഇടാൻ ഈ സാധനം കാണുമ്പോൾ എനിക്ക് ദേഷ്യം എറിഞ്ഞ് പൊട്ടിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, വിഷമം എൻ്റെ പൈസയല്ല, വേറെ ആളുടെ പൈസയാണ്. അതിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി എന്നുള്ളതിൽ എനിക്ക് നല്ലൊരു വിഷമമുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ട് കാര്യം. അപ്പം ഇതങ്ങനെ നമ്മൾ പൊടി തട്ടി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിന് എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ ഞാൻ കാണും, വേറെ വഴിയില്ല. കാണണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. എൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവും. നിങ്ങളുടെ ഒരു സുഹൃത്ത്, നിങ്ങളുടെ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ പോട്ടെ ഏതെങ്കിലും ഒരു മൈൻഡ് മോനാന്നുള്ള രീതിയിൽ, ഒരു പിച്ചക്കാരനെന്നുള്ള രീതിയിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഒന്ന് ഹെൽപ്പ് മീൻസ് ഒന്ന് വീഡിയോ കാണുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഒരു പൊട്ടനായിട്ടൊരു ഭ്രാന്തനായിട്ടെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യുക പ്ലീസ്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മാക്സിമം ശ്രമിക്കുക. ഇനി വോയിസ് ഒന്ന് ക്ലിയർ അതാവില്ല, എങ്ങനെയെങ്കിലൊക്കെ ഒരു വീഡിയോ വരും. പക്ഷെ ഒന്ന് സഹായിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്യൂച്ചറിൽ നമുക്ക് വേറെ ലെവലാക്കാം. അപ്പോൾ എന്തായാലും എന്താ കഴിച്ചത്?
എന്തോ കഴിച്ചിരുന്നല്ലോ, എന്തോ നൂഡിൽസ് പോലെ എന്തോ സംഭവം കഴിച്ചാൽ ഇപ്പോഴാണ് തയ്ക്കും തോന്നുന്നു. ബോറുടെ വ്യാപകം വന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു തന്ന കാര്യം ഞാൻ തന്നെ മറന്നുപോയി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ പറഞ്ഞില്ല മക്കളെ, പറഞ്ഞ പോലെ നടക്കട്ടെ. അപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു വീഡിയോയിൽ വരുന്നതിന് വരെ ടാറ്റ, ബൈ ബൈ, സീ യു, ഇറ്റ്സ് മീ വിജയ് മാഡി വ്ലോഗ്സ്. പടച്ചു തമ്പുരാൻ മക്കളെ, ഒന്ന് ദയവ് ചെയ്ത് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. അപ്പം ബൈ.